ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുലൈമാൻ. പ്രധാന വാർത്തകൾ. ലൈഫ് മിഷൻ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് സർക്കാർ. വിഷയത്തെ ചൊല്ലി പ്രതിപക്ഷം നിയമസഭയിൽ നിന്നിറങ്ങിപ്പോയി. കോവിഡ് വാക്സിൻ ഡോസുകളുമായി കൊച്ചിയിൽ ആദ്യ വിമാനമിറങ്ങി. തിരുവനന്തപുരത്തും കോഴിക്കോട്ടും വൈകിട്ടെത്തും. സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരണ നിരക്ക് 8.5%. ഇന്നലെ 5507 പേർക്ക് കൂടി രോഗബാധ. കോവിഡ് വ്യാപനത്തെ തുടർന്ന് സംസ്ഥാനത്ത് അടച്ചിട്ടിരുന്ന സിനിമാ പ്രദർശനശാലകൾ തുറന്നു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ സൂചന. ISL ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ ചെന്നൈയിൻ FC മത്സരം. വാർത്തകൾ വിശദമായി. രാജ്യത്തിന് തന്നെ മാതൃകയായ ലൈഫ് മിഷനെ താറടിച്ച് കാണിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ നിയമസഭയിൽ പറഞ്ഞു. പദ്ധതിയുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ഭവനരഹിതർക്ക് വീട് വച്ച് നൽകുന്നതിനായി UAE ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടന ഏറ്റെടുത്ത് നടപ്പാക്കിയ വടക്കാഞ്ചേരി ഫ്ളാറ്റ് പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിന് സാമ്പത്തിക ഉത്തരവാദിത്തമില്ലെന്നും മന്ത്രി പറഞ്ഞു. പ്രളയവുമായി ബന്ധപ്പെട്ട പുനർനിർമ്മാണത്തിന്റെ പ്രവർത്തനത്തിൽ വിവിധ സംഘടനകൾ സഹായം നൽകിയിട്ടുണ്ട്. പദ്ധതിയുമായി ബന്ധപ്പെട്ട നയപരമായ തീരുമാനം കൈക്കൊണ്ട രാഷ്ട്രീയ നേതൃത്വത്തിന് സാമ്പത്തിക ക്രമക്കേടിൽ ക്രിമിനൽ ഉത്തരവാദിത്തമില്ലെന്ന് ഇന്നലെ ഹൈക്കോടതി നിരീക്ഷിച്ചതായും മന്ത്രി ചൂണ്ടിക്കാട്ടി. വടക്കാഞ്ചേരി പദ്ധതിയുടെ പേരിൽ ലൈഫ് പദ്ധതിയെ തന്നെ അട്ടിമറിക്കാൻ പ്രതിപക്ഷം ശ്രമം നടത്തുന്നതായും മന്ത്രി ആരോപിച്ചു. ലൈഫ് പദ്ധതിയെ പ്രതിപക്ഷം എതിർക്കുന്നില്ലെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ അനിൽ അക്കര MLA പറഞ്ഞു. കമ്മീഷൻ നൽകിയതുമായി ബന്ധപ്പെട്ടും കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടും വടക്കാഞ്ചേരി പദ്ധതിയിൽ അഴിമതി നടന്നതായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതിനെ മറയാക്കിയതായും MLA ആരോപിച്ചു. വടക്കാഞ്ചേരി ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട CBI അന്വേഷണം ഹൈക്കോടതി ശരിവച്ച നടപടി സംസ്ഥാന സർക്കാരിനേറ്റ കനത്ത പ്രഹരമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങൾ ഹൈക്കോടതിയും സംസ്ഥാന വിജിലൻസും ശരിവച്ചതായും അദ്ദേഹം പറഞ്ഞു. അഴിമതിക്കെതിരായ പോരാട്ടം പ്രതിപക്ഷം ഇനിയും തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. കിഫ്ബി രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്ന കാര്യം സംസ്ഥാന സർക്കാർ ആലോചിച്ചിട്ടില്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക് നിയമസഭയെ അറിയിച്ചു. ഇതിനകം ഏറ്റെടുത്ത 65,000 കോടിയോളം ചെലവ് വരുന്ന പദ്ധതികൾ ഭംഗിയായി നടപ്പാക്കാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ചെലവും ബാധ്യതയും കൃത്യമായി കണക്കാക്കിയാണ് കിഫ്ബി പദ്ധതികൾ ഏറ്റെടുക്കുന്നതെന്നും നഷ്ടസാധ്യതയുള്ള പദ്ധതികൾ ഏറ്റെടുക്കാറില്ലെന്നും അദ്ദേഹം സഭയെ അറിയിച്ചു. കിഫ്ബിയെ തകർക്കാൻ വലിയ ഗൂഢാലോചനകളാണ് നടക്കുന്നത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും കിഫ്ബിക്ക് സമാനമായ ധനകാര്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതായും ഇവയ്ക്കെതിരെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഭരണഘടനാ പ്രശ്നം ഉന്നയിച്ചിട്ടില്ലെന്നും ചോദ്യോത്തരവേളയിൽ ധനമന്ത്രി ചൂണ്ടിക്കാട്ടി. രാജ്യവ്യാപകമായി കോവിഡ് വാക്സിൻ വിതരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ശനിയാഴ്ച നടക്കുന്ന ആദ്യഘട്ട കുത്തിവയ്പ്പിനുള്ള വാക്സിൻ ഡോസുകൾ ഇന്നെത്തും. പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വാക്സിൻ ഡോസുകളുമായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ആദ്യ വിമാനമിറങ്ങി. വിശദാംശങ്ങളുമായി പ്രിയ സുബലക്ഷ്മി. തിരുവനന്തപുരം, കോഴിക്കോട് വിമാനത്താവളങ്ങളിലും വൈകിട്ടോടെ വാക്സിൻ എത്തിക്കും. ആദ്യഘട്ടത്തിൽ 4,33,500 ഡോസ് കോവിഷീൽഡ് വാക്സിൻ എത്തും. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നിവിടങ്ങളിലെ റീജിയണൽ വാക്സിൻ സ്റ്റോറുകളിൽ സൂക്ഷിക്കുന്ന വാക്സിൻ പിന്നീട് വിതരണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റും. തിരുവനന്തപുരത്ത് 1,34,000 ഡോസും, എറണാകുളത്ത് 1,80,000 ഡോസും, കോഴിക്കോട് 1,19,500 ഡോസും വാക്സിനുകളാണ് ശേഖരിക്കുക. സംസ്ഥാനത്ത് ആദ്യഘട്ടത്തിൽ 133 കേന്ദ്രങ്ങളിലാണ് വാക്സിൻ പ്രയോഗം നടക്കുന്നത്. ഇതിനായി വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കി. 3,62,870 പേരാണ് ഇതുവരെ കോവിഡ് വാക്സിനായി രജിസ്റ്റർ ചെയ്തത്. 1,70,259 പേർ സർക്കാർ മേഖലയിൽ നിന്നും 1,92,611 പേർ സ്വകാര്യ മേഖലയിൽ നിന്നും ഉള്ളവരാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും കൊച്ചിയിലെത്തിയ വാക്സിൻ പിന്നീട് റീജിയണൽ വാക്സിൻ സ്റ്റോറിലേക്ക് കൊണ്ടുപോയി. 1.80 ലക്ഷം ഡോസ് വാക്സിൻ പ്രത്യേക താപനില ക്രമീകരിച്ച പെട്ടികളിലാണ് എത്തിയിട്ടുള്ളത്. പാലക്കാട്, കോട്ടയം, തൃശൂർ, ഇടുക്കി, എറണാകുളം ജില്ലകളിലേക്കുള്ള വാക്സിൻ റീജിയണൽ സ്റ്റോറിൽ നിന്ന് അയക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. കൊച്ചിയിൽ വിമാനമാർഗം എത്തിക്കുന്ന വാക്സിൻ പ്രത്യേക വാഹനത്തിൽ എത്തിച്ച് കോഴിക്കോട് മലാപ്പറമ്പിലെ മേഖലാ വാക്സിൻ സെന്ററിലാണ് സൂക്ഷിക്കുക. ഇവിടെ നിന്നും മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, മലപ്പുറം ജില്ലകളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ മാഹിയിലേക്കും വാക്സിൻ എത്തിക്കും. കോഴിക്കോട്ട് 1,19,500 ഡോസ് വാക്സിനുകളാണ് എത്തിക്കുന്നത്.
ഇതിൽ നിന്നും 1100 ഡോസ് വാക്സിനുകൾ മാഹിയിൽ വിതരണം ചെയ്യും. കോവിഡ് വാക്സിൻ വിതരണത്തിനുള്ള തയ്യാറെടുപ്പുകൾ കൊല്ലം ജില്ലയിൽ പൂർത്തിയാകുന്നു. ഇന്ന് സന്ധ്യയോടെ വാക്സിൻ ജില്ലയിലെത്തുമെന്നാണ് പ്രതീക്ഷ. നിങ്ങൾ കേൾക്കുന്ന വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സംസ്ഥാനത്ത് ഇന്നലെ 4270 പേർ കോവിഡ് മുക്തരായി. 64,614 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 5,507 പേർക്ക് കൂടി രോഗബാധ കണ്ടെത്തി. 4,952 പേർക്ക് സമ്പർക്കം വഴിയാണ് രോഗം പിടിപെട്ടത്. 8.52% കോവിഡ് സ്ഥിരീകരണ നിരക്ക്. സംസ്ഥാനത്ത് കോവിഡ് മരണസംഖ്യ 3,347 ഇന്നലെ മാത്രം 25 പേർ മരിച്ചു. ഇപ്പോൾ 64,556 പേരാണ് ചികിത്സയിലുള്ളത്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് പ്രദർശനം നിർത്തിവച്ചിരുന്ന സംസ്ഥാനത്തെ സിനിമാശാലകൾ ഇന്നു മുതൽ വീണ്ടും തുറക്കും. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുമായി തിയേറ്റർ ഉടമകൾ ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. സെക്കൻഡ് ഷോ ഒഴിവാക്കി പ്രവേശനം പകുതി സീറ്റുകളിൽ മാത്രമായിട്ടായിരിക്കും പ്രദർശനം. രാവിലെ 9 മണി മുതൽ രാത്രി 9 വരെ മാത്രമാണ് തിയേറ്ററുകൾക്ക് പ്രവർത്തന അനുമതിയുള്ളത്. കോവിഡ് വാക്സിന്റെ സവിശേഷതകളെക്കുറിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശ്വാസകോശ രോഗ വിഭാഗത്തിലെ മുൻ പ്രൊഫസർ ഡോക്ടർ ഡി രാജൻ ആകാശവാണി വാർത്തകളോട്. കോവിഡ്-19 രോഗം വന്നു കഴിഞ്ഞാൽ ഫലവത്തായ ചികിത്സയില്ലാത്തതിനാൽ രോഗതീവ്രതയുള്ള ആളുകൾ മരണപ്പെടുന്നുണ്ട്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന പ്രതിരോധ കുത്തിവയ്പ്പാണ് ഏക പ്രതിരോധ മാർഗം. കഴിഞ്ഞ ഒരു വർഷമായി ശാസ്ത്രലോകം കോവിഡ്-19 രോഗത്തിനെതിരായ വാക്സിൻ നിർമ്മാണത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലും പരീക്ഷണങ്ങളിലുമായിരുന്നു. 2 തരത്തിലുള്ള കോവിഡ് വാക്സിൻ വിതരണം ചെയ്യുകയാണ്. 2 മാത്രകളായി വാക്സിൻ നൽകുന്നു. ആദ്യ മാത്ര സ്വീകരിച്ച ഉടനെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുമെങ്കിലും 4 ആഴ്ച കഴിഞ്ഞ് രണ്ടാമത്തെ ഡോസ് നൽകി ഏകദേശം 14 ദിവസം കഴിയുമ്പോഴാണ് പൂർണ്ണതോതിലുള്ള രോഗപ്രതിരോധ ശേഷി ഉണ്ടാവുക. കോവിഡ്-19 വാക്സിന് പാർശ്വഫലങ്ങളും ദൂഷ്യഫലങ്ങളും ഇല്ല എന്നുള്ളത് വസ്തുതയാണ്. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കന്യാകുമാരിയിലും സമീപത്തും ന്യൂനമർദ്ദം രൂപപ്പെട്ട സാഹചര്യത്തിൽ കേരളം, മാഹി, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ 3 ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി എന്നീ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. ISL ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ ചെന്നൈയിൻ FCയുമായി ഏറ്റുമുട്ടും. രാത്രി 7:30 ഗോവയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ബംഗളൂരു FCയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും സമനിലയിൽ പിരിഞ്ഞു. ഇരു ടീമുകളും ഓരോ ഗോൾ നേടി. ബംഗളൂരു പോയിന്റ് പട്ടികയിൽ 6-ാം സ്ഥാനത്തും നോർത്ത് ഈസ്റ്റ് 7-ാം സ്ഥാനത്തും തുടരുന്നു. മകരവിളക്ക് ദിവസം ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായുള്ള ഘോഷയാത്ര അയിരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ നിന്ന് രാവിലെ പുറപ്പെട്ടു. ഇടപ്പാവൂർ പെരിനാട് വഴി ഘോഷയാത്രാ സംഘം ഇന്ന് ലാഹയിലെത്തി അവിടെ തങ്ങും. നാളെ നിലയ്ക്കൽ നീലിമല ശബരിപീഠം വഴി ശരംകുത്തിയിലെത്തുന്ന ഘോഷയാത്രയെ ദേവസ്വം അധികാരികൾ സ്വീകരിക്കും. സന്നിധാനത്ത് തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് തിരുവാഭരണങ്ങൾ ഏറ്റുവാങ്ങി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധന നടത്തുന്നതോടെ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. കരിപ്പൂർ വിമാനത്താവളത്തിൽ CBI ഇന്നലെ ആരംഭിച്ച മിന്നൽ പരിശോധന തുടരുന്നു. വിമാനത്താവളത്തിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചാണ് പരിശോധന. സ്വർണ്ണക്കടത്തിന് കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർ ഒത്താശ ചെയ്യുന്നുവെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് CBIയുടെ മിന്നൽ പരിശോധനയെന്നാണ് സൂചന. കണ്ണൂർ പയ്യന്നൂരിൽ പുരാവസ്തു പുരാരേഖാ വകുപ്പ് ഒരുക്കുന്ന ഗാന്ധി സ്മൃതി മ്യൂസിയത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. ശനിയാഴ്ച വൈകുന്നേരം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. പൊതുമേഖലാ സ്ഥാപനമായ ഏലൂരിലെ ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസിലെ തൊഴിലാളി സംഘടനകളുടെ ഹിതപരിശോധന അടുത്ത മാസം 4-ന് നടക്കും. ഇതിനു മുന്നോടിയായി മാനേജ്മെന്റിന്റെയും ട്രേഡ് യൂണിയനുകളുടെയും സംയുക്ത യോഗം വരണാധികാരി കൂടിയായ ജില്ലാ ലേബർ ഓഫീസറിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ലൈഫ് മിഷൻ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് സർക്കാർ. വിഷയത്തെ ചൊല്ലി പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കോവിഡ് വാക്സിൻ ഡോസുകളുമായി കൊച്ചിയിൽ ആദ്യ വിമാനമിറങ്ങി. തിരുവനന്തപുരത്തും കോഴിക്കോട്ടും വൈകിട്ടെത്തും. സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരണ നിരക്ക് 8.5%. ഇന്നലെ 5,507 പേർക്ക് കൂടി രോഗബാധ. കോവിഡ് വ്യാപനത്തെ തുടർന്ന് സംസ്ഥാനത്ത് അടച്ചിട്ടിരുന്ന സിനിമാ പ്രദർശനശാലകൾ തുറന്നു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ സൂചന. ISL ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ ചെന്നൈയിൻ FC മത്സരം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും
@ARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. വാർത്തകൾ അടുത്ത പ്രക്ഷേപണം 12:50-ന്.